ഒരാളെ ഉള്ളേനു. ആദ്യം പണ്ട് കൊല്ലങ്ങൾക്ക് മുന്നേ ചെയ്തതാ. അത് അന്ന് ഞാൻ കൂടി ഇല്ല, ഞാനും ഇല്ല, സല്ലും ഇല്ല. അപ്പൊ ഞാനും സല്ലും കൂടി വന്നിട്ട് നമ്മുടെ ഒരു ക്യാമറയുടെ പിൻഭാഗത്തായിരുന്നു. അതെ, അതുകൊണ്ട് ഇത് നമുക്ക് പാർട്ട് 2 ആയിട്ട് കൊടുക്കും. അതെ. അപ്പൊ ഇത് നമ്മളുടെ പാർട്ട് 2 7 seconds ചാലഞ്ച് ആണ്. 7 seconds ചാലഞ്ച് എന്താന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലേ ഗൈസ്? അതെ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോരുത്തരുടെ കയ്യിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചോദിക്കും. ആ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ പറയാൻ വെറും 7 seconds ടൈം ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ ബുദ്ധി മാക്സിമം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇന്ന് ഇവിടെ കളിക്കാൻ വേണ്ടി. ആ 7 secondsനുള്ളിൽ പറഞ്ഞു തീർന്നിട്ടില്ലെങ്കിൽ അതെ, അത് വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര എനർജി. ഇതേപോലെ എങ്ങനെ അതങ്ങനെയല്ല. ഇതിങ്ങനെ തന്നെ അടിക്കാം. നോക്കട്ടെ നോക്കട്ടെ. പാവ അമലേട്ടൻ മാത്രം നല്ല സീന് സാധനം തുടങ്ങി. ഇത് കൊള്ളാം. അത് അടിപൊളിയാണ്. അപ്പൊ നമ്മളെ ചാലഞ്ച് ഇതാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടി വന്നു കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഇങ്ങനെ എന്താ പറയാ സ്പ്രേ ഒക്കെ ചെയ്ത് നിർത്തിക്കാൻ പറ്റിയൊരു അതെങ്ങനെ ഓഫ് ആക്കണമെന്ന് നോക്ക് ഇതുവരെ അറിയില്ല. അതെ, കഴിഞ്ഞ കാലം മുതൽ അത് വെച്ച് നടക്കാം. രാത്രി 12:20 കാരണം എന്താ വെച്ചാൽ കല്യാണത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ തന്നെയാണിത്. ഞങ്ങൾ കല്യാണത്തിന്റെ ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞൊരു നീണ്ട ഡേക്ക് ശേഷം നൈറ്റിൽ ഷൂട്ടിംഗ്. പക്ഷെ ഇത് നല്ല വൈബിൾ ഒരു ചാലഞ്ചാണ്. അത് കഴിഞ്ഞ തവണ ഞാൻ അനുഭവിച്ചതാ. ഇത് സിമ്പിൾ ആണ്. നല്ല ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജുനു അമലേട്ടനാണ് ഇതിനെ വേണ്ടിട്ട് വലിയ ധാരണയൊന്നും ഇല്ലാതിരിക്കുന്നത്. കാണിച്ചു കൊടുത്തപ്പോ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. നമുക്ക് നോക്കാം, നല്ല രസം. ഇതൊക്കെ വന്നപ്പോഴേ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അമലേട്ടനെ കുറച്ച് ഉറക്കം നമുക്ക് ധാരണ കുറവുള്ളത് കൊണ്ട് ഞങ്ങളുടെ പെർഫോമൻസ് കുറച്ച് കുറവായിരിക്കും. ഇല്ല, നമുക്കൊരു ടാസ്ക് കൊടുക്കപ്പോഴേ കഴിഞ്ഞ തവണ തന്നില്ലായിരുന്നോ? ഞാൻ കൊടുക്കാം. ഒരു ട്രയൽ പോലെ. ഓക്കെ, ഞാനൊരു ട്രയലിനുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. അവനാണോ ഞാൻ? അല്ല, നിനക്ക് അമല ഉറക്കം വരുന്നത്. അതെ അതെ അതെ, സമയം കുറെ ആയി കഴിച്ച. ഒരു 5 കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പറയാം. ടിക് ടിക് 1, ചോട്ടാ ടിക് ടിക് 2, ടിക് ടിക് 3, ഡോറാമോൻ, ടിക് ടിക് 4, ഷിൻചാൻ. ഇനി അടുത്ത ജൂനിയറുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്മാത്ര സിനിമയിൽ അഭിനയിച്ച 3 നടന്മാര്. നടന്മാരല്ലേ? ഒന്ന് മോഹൻലാൽ, രണ്ടാമത്തത് മറ്റേ ഇന്നസെന്റ്. ഇങ്ങനെയാണ് നമ്മള് ചാലഞ്ച് പോകാൻ പോകുന്നത്. അതെ, നല്ല ഫണ്ടായിരിക്കും ഗയ്സ്. അപ്പൊ ഞങ്ങള് ഇന്ന് അതും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാരും ക്വസ്റ്റ്യൻസ് എന്റെ കയ്യിലുണ്ട്. ഫോണൊക്കെ മാറ്റി വെച്ചോ. വെള്ളം എല്ലാരും ഫോണിലേക്ക് ആവും. കയ്യിൽ പിടിച്ചിരുന്നോ കേട്ടോ. ക്വസ്റ്റ്യൻസ് വേണ്ടിട്ട് എടുത്ത് വെച്ചതാണ്. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് ഇരിക്കുന്നോണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് മെനക്കടങ്ങൊന്നും പറയാൻ പറ്റില്ല. എന്റെ തൊട്ടപ്പുറത്തും 2 കള്ളന്മാരായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്താലോ, സല്ലുവിന്റെ അവിടെ നമ്മൾ തുടങ്ങാം. അതാണ് നല്ലത്. എങ്ങനെയാ തുടങ്ങാം? ഞാൻ ശ്രീക്ക് കൊടുക്കാം, ശ്രീ അഞ്ചിക്ക്, അങ്ങനെ പോയാലോ? ഫസ്റ്റ് റൗണ്ട് നമുക്ക് അങ്ങനെ പോവാം, പിന്നെ നമുക്ക് ഷഫിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതാ ടൈമർ വെക്കാൻ പോവാണ്. എനിക്ക് ആകെ പറയാനുള്ളത്, തൊട്ടടുത്തുള്ള ആൾക്കാര് ബലിയാടാവാത്ത രീതിയിൽ വേണം സ്പ്രേ ചെയ്യാൻ. ഞാൻ നടുവിലായിരിക്കുന്നത്, 2 ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടും. ഓക്കെ, തുടങ്ങാം. ശ്രീ, ഫസ്റ്റ് ചോദ്യം ശ്രീനോടാണ് ഗൈസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ശ്രീ റെഡിയാണോ? ഒന്ന് ശ്വാസം വലിച്ചുവിട്. റെഡി അല്ലേ? ഇത് ചെറിയ ചോദ്യം ഒന്നല്ല, വലിയ ചോദ്യമാണ്. തുടക്കത്തിൽ ഈസി കൊടുക്കും. ഒരു കഥ പോലെയാണേ. അപ്പം ചോദ്യം ഇതാണ്. നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ സോംബീസ് ഇറങ്ങി എന്ന് വിചാരിക്കാം. ശ്രീ ഒരു ന്യൂസ് റിപ്പോർട്ടർ ആണെന്നും വിചാരിക്കാം. Report 4 news about this zombie attack in 7 seconds. Start. കോഴിക്കോട് നഗരത്തിൽ സോംബികൾ ഇറങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം എല്ലാവർക്കും കൊടുക്കാം. അല്ല, എത്തുന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്തു. കൊടുക്കുന്നില്ലേ? സോംബി ഇറങ്ങി, സോംബി ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊന്നു, ഒരാളെ കുത്തി കൊന്നു. 4 ഇൻസിഡൻസ് ജാമ്യ. സോംബി ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊന്നു, ഒരാളെ കടിച്ചു കൊന്നു, ഒരാളെ ചോര കുടിച്ചു, ഒരാളെ കഴിഞ്ഞ സിമ്പിൾ
സോംബി തൂങ്ങി മരിച്ചു. സോംബി സ്വയം ആത്മഹത്യ അല്ലേ? പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ 10 ആൾക്കാരെ സോംബിയാക്കി. കോഴിക്കോട് നടക്കാവ് 10 ആൾക്കാരെ സോംബിയാക്കി, മാനാഞ്ചേരി 2 ആൾക്കാരെ സോംബിയാക്കി. സിമ്പിൾ അല്ലേ? കോഴിക്കോട് മൊത്തം സോംബി attack. കോഴിക്കോട് മൂന്നാമത്തെ. ബീച്ചിൽ മൊത്തം സോംബീസ്. അല്ല അവരെ കൊടുത്തിട്ടില്ല സ്പ്രെയർ. കൊടുത്ത കൊലത്ത് കിട്ടുന്നതാണല്ലോ. മതി. ഓക്കെ ഓക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഓക്കെ ഗൈസ്, ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ വ്ലോഗ് ചെയ്ത് ഈ അവിടെ ഇവിടെ ഇവിടെ ഗൈസ് ആയിപ്പോയി. ഇങ്ങോട്ട് വരും. ഇത് ഞാൻ വല്ലാത്തൊരു അവസ്ഥയായി പോയി. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തൂടെ? കൊള്ളാം. ഒരു വാക്കിലേ പറയുന്നുള്ളൂ. ഈ ടൈമർ ഒന്ന് മാനേജ് ചെയ്യണം. അടുത്ത കരി ഞാൻ. ഓക്കെ തുടങ്ങിക്കോളൂ. വെറൈറ്റി ചോദ്യം വേണം. എനിക്ക് പേടിയാവുന്നു. ഇതൊക്കെ ഹെവി ചോദ്യങ്ങളാണല്ലോ കുറച്ചാണ്. ആടാ ഓക്കെ ചോദ്യം അഞ്ചിനോട്. അല്ല ടൈമർ ആരും എല്ലാം അവിടെ ഉണ്ടല്ലോ. ക്ലിയർ. അപ്പൊ ക്വസ്റ്റ്യൻ ഇത് ഈസിയാണ്, ഭയങ്കര ടഫ് ഒന്നും കേട്ടോ. ക്വസ്റ്റ്യൻ ഇവിടെ നോക്കി പറഞ്ഞു. ക്വസ്റ്റ്യൻ ലേറ്റ് ആയി വരാനുള്ള 5 കാരണങ്ങൾ. അയ്യോ വീട്ടിൽ നേരം വൈകി. എനിക്ക് പുറത്ത് പോവാൻ ലേറ്റ് ആയി പോയി. ഞാൻ ഡ്രസ് ഇടാൻ ലേറ്റ് ആയി പോയി. ഡ്രസ് അലക്കി കിട്ടിയില്ല. തിരുമ്പാൻ ഉണങ്ങിയത് റെഡി ആയില്ല. അല്ലല്ല എന്താ ക്വസ്റ്റ്യൻ എന്തേലും? ലേറ്റ് ആയി വരാനുള്ള 5 കാര്യം. അയ്യോ ഞാൻ വീട്ടിൽ ലേറ്റ് ആയി പോയി. എന്റെ ഡ്രസ് ഉണങ്ങിയില്ല. ഡ്രസ് അലക്കി കിട്ടിയില്ല. പിന്നെ എന്തൊക്കെയാ പറഞ്ഞു? അലക്കിയത് ഉണങ്ങിയില്ല. അലക്കിയത് ഉണങ്ങി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 7 seconds ഇല്ല. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ അവനോടാണ്. അടുത്ത് ഞാനാണല്ലോ അല്ലേ? എടയ്യാ, അത് നീക്കുവോ അടിക്കാൻ? അപ്പൊ അമലേട്ട് ഉത്തരം പറയില്ല നോൻ കൺഫേം ചെയ്ത്. ഓക്കേ, ഞാനൊരു കാര്യം ചെയ്യാം. നമ്മള് കോമൺ ആയിട്ട് ചോദിക്കുന്നു വിചാരിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് അങ്ങോട്ട് ചോദിക്കാം. അതാകുമ്പോ അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടെന്ന് മനസ്സിലായിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാമല്ലോ. റെഡി അല്ലേ? ആ ചോദിച്ചു. ഓക്കെ. പറക്കുന്ന കുപ്പി കുടിച്ചു. പറക്കുന്ന 6 ഫ്ലൈസിന്റെ പേര് പറയാം. ഫ്ലൈസോ? ആ. മറ്റേ അയ്യോ തേനീച്ച, പട്ടി, കാക്ക, കുരുവി, പ്രാവ്, തത്ത. 15 സെക്കൻഡ് മതി. ഞാൻ 5 പറഞ്ഞല്ലോ. 15 സെക്കൻഡ് മതി. സോറി, ഞാൻ മോന്റെ ടൈമറിനെ മറന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. തുടക്കം പാളും. അതെ. നീ പോയി. അല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു മോഡലാണ് ഞാൻ ഇപ്പൊ കൊടുത്തത്. പക്ഷേ വർക്കയില്ല. സാറില്ല. ഞമ്മക്ക് ഇത് പറ്റൂല. ചിലവരുടെ റെഡിയാവും, ചിലവരുടെ റെഡിയാവില്ല. ഓക്കെ, ഇനി അവലായിട്ട് ശ്യാമിക്കാൻ വിഷമില്ലാത്ത ഒരു 5 പാമ്പിന്റെ പേര് പറ. എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റാർട്ട്. മണ്ടിലി അടിച്ച ആള് മരിച്ചു ഇതുവരെ കേട്ടില്ല. 2 വിഷമില്ല കേട്ടോ. അതെ, അത് പാവോളടുത്ത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആ ചോദിച്ചത്. എന്തോ ഞാൻ അല്ല തുടക്കത്തിന് നല്ല ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിച്ചു. പക്ഷെ മൊത്തം വെള്ളായ സ്ഥിതിക്ക് ഷാമി പാമ്പിനെ കണ്ടാൽ ചേരയാണോ പാമ്പാണോ ചോദിക്കുന്നത്? അത് കുറച്ച് റിസ്കി ക്വസ്റ്റ്യൻ ആയി പോയി ഓൾറെഡി. അത് ഞാൻ ഒരു കാര്യമുണ്ട്. ശ്യാമിനോട് ചോദ്യം ചോദിച്ചതിന് ശേഷം അമലേട്ടാന്ന് പറഞ്ഞിട്ട് ഓള് 3 സെക്കൻഡ് കളഞ്ഞു. മനസ്സിലായോ? ആൻസർ അറിയൂല. 3 മണ്ടില് 3 അമലേട്ടൻ. ഷാമിയെ നമ്മൾ നഞ്ഞില്ലേ ഓൺ നനയണം. ഓക്കെ, ഇനി ഷാമിന്റെ ഊഴമാണ്. കുറച്ച് നേരമായി ഇവിടെ ഇരുന്ന് ട്രോളിങ് കൊണ്ടിരിക്കുന്നു. ഞാൻ പറയും ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണേ. 7 സെക്കൻഡ്സിനുള്ളിൽ ഒരു 5 പെയിന്റിന്റെ ബ്രാൻഡിന്റെ പേര് പറയാം. 5 പെയിന്റിന്റോ? കാമിലിൻ. എന്ത് പെയിന്റ്? ബോൾ പെയിന്റ്. ബോൾ പെയിന്റ്, നെറോലാക്, പിന്നെ എക്സൽ. കഴിഞ്ഞു. എന്തിനാണ് ഇത്രയും നേരം? അതെ അതെ, ഒന്ന് ഇങ്ങോട്ട് വന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാൻ കൊണ്ട് വരാം. ഇനി ശ്രീ കൂടെ കൊടുക്കാം.
വാട്ടർ പ്രൂഫ് ആണല്ലോ. അതൊന്ന് വിളിച്ചു ഇനി ജനുവിന്റെ ടേൺ ആണ് guys. നനയണം, എല്ലാരും നനയണം. പ്രാക്ക് ഫുള്ള് എളുപ്പമുള്ള ചോദ്യങ്ങൾ. എന്നാ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. എളുപ്പമുള്ളതും കിട്ടൂല ചിലപ്പോ. അളിയ ആ. 5 ആ. പ്ലാന്റ്സിന്റെ പേര്. പ്ലാന്റ്സോ? ആ. തെങ്ങ്, മാവ്, പ്ലാന്റ് തെങ്ങ തെങ്ങ്, മാവ്, തുളസി. കഴിഞ്ഞു അത് ശ്രീ വെറുതെ ഒന്ന് ഇടയ്ക്കിട്ടപ്പോ ഒരു ഡൗട്ട് ആയി പോയി. ഞാൻ അടിച്ചില്ല. ഇത് എന്താ കൊല്ലാൻ വരും എല്ലാം കൂടെ. എനിക്ക് ഒറ്റയ്ക്ക് അടിക്കണത്. പഠിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തുപ്പരുത്. ഒന്നിങ്ങോട്ട് വരുമോ? ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ ഷർട്ട് വരെ തിരുമ്പട്ട അത്രയും തന്നെ കൊടുത്തപ്പോ ഇത്രയും വാങ്ങേണ്ടി വരുന്ന പ്രതീക്ഷ. എടാ എന്ത് ഈ എന്റെ അടുത്ത് ചോദിച്ച ഒരു മിനിറ്റ്, തെങ്ങ്, മാവ് എന്നത് പ്ലാന്റ് അല്ലേ? വൃക്ഷമാണോ? വൃക്ഷം എന്ന് വെച്ചാൽ പ്ലാന്റ്. ചെടിയല്ലേ ഉദ്ദേശിച്ചത്? അത് ആദ്യം നടുമ്പോ ചെടിയാണല്ലോ. തയ്യില്ലേ? അങ്ങനെയാണ് തെങ്ങും തൈ എന്ന് പറയണോ? ചോദിക്കുമ്പോ ടെൻഷനായി പോകുന്നു, അതാ. സ്വാഭാവികം. വേറെ തണുക്കണ് കൈസ്. നീ അതല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, അടുത്ത റൗണ്ട് നമുക്ക് പോകുന്നത് ജൂനുവിന്റെ അവിടുന്ന് ഇങ്ങോട്ടാണ്. അങ്ങോട്ട് വരാം. അതാകുമ്പോ എല്ലാവർക്കും പകരം വിട്ടാനുള്ള ഒരു അവസരമാണ്. കാറിന്റെ എക്സ്റ്റീരിയറിലുള്ള 5 പാർട്സിന്റെ പേര് പറയും. വീല്, ആ. ടയറ്, മിററ്, ഫ്രണ്ട് ഗ്ലാസ്, ബമ്പർ. ഒരു സെക്കൻഡ് ബാക്കി നിൽക്കെ ഷാമി ഇത് കംപ്ലീറ്റ് ചെയ്തു. വെരി ഗുഡ്. ഞാൻ ഈ റൗണ്ട് നനയാതെ ഞാൻ കഴിച്ചില്ലേ. ഓക്കെ, നീ ഷാമി അമലിനോട്. അല്ല ഞാൻ എന്നോടല്ല അവളേട്ടനോടാ. നേരത്തെ തന്നത് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇങ്ങനല്ലേ വരുന്നത്? അതെ, ജനറൽ നോളജ്. ഇന്നോട് 5 പാമ്പിന്റെ പേര്. അത് ബെസ്റ്റ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, 5 പാമ്പിന്റെ പേര് തികച്ചും എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കതിൽ ഖേദമുണ്ട്. ഇതിങ്ങനെ തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചുണ്ടാവില്ലേ? ഓക്കെ, ചോദിച്ചോളൂ. ഞങ്ങൾ അതിന് വെയിറ്റിംഗ് ആണ്. ചോദിക്കട്ടെ ഞാന്. ഒരു പദ്യത്തിന്റെ 5 വരി പാടുക. അത് തുടങ്ങിയോ? അടിച്ചോ അടിച്ചോ അടിച്ചോ. വേറെ ഒന്നുമില്ലല്ലേ പാടാൻ? ഒരു പദ്യത്തിന് 5 വരി പാടാം. അതിന്റെ ഏത് പാടിക്കൂടെ രാവിലേട്ടാ? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ പാടിക്കൂടെ? മലയാളത്തിലോട്ട് ആലോചിച്ച് ജോണി പോയിട്ട് ജോണി യെസ് പപ്പ. പദ്യം എന്ന് പറഞ്ഞപ്പോ മലയാളത്തിലേക്ക് ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ അടിച്ചില്ല. ഞാനും അടിച്ചില്ല. ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിറങ്ങി കുറെ കാലായില്ലേ? പക്ഷെ ആദ്യം തന്നെ ക്വിറ്റ് ചെയ്ത് തുടങ്ങുമ്പോ തന്നെ ക്വിറ്റ് ചെയ്ത് ദാഹിക്കുന്ന പതിനെ പടികൂടിയിരുന്നു. ദാഹിക്കുന്ന ഭഗിനി കൃപാരസ മോഹനം കുളിർ പന്നീരി നാശിനി ഓമനെ തരുതല്ലെന്ന് കേട്ട് നിങ്ങൾ ഈ പറയുന്ന സമയത്ത് എത്ര മതി? നമുക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. പക്ഷെ ഈ അവസ്ഥയിലിരിക്കുമ്പോ ഒന്നും മനസ്സിലായില്ല. അതാണ് സംഭവം. അഖിലാണ്ട മണി പദ്യം. അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ഇനി ഞാനല്ലേ അയ്യോ, അയ്യോ, അത്ര നമ്മള് കളിയാക്കാൻ ഇനി ഞാനല്ലേ ഇന്നൊരു 5 ഡോഗ് ബ്രീഡ്സിന്റെ പേര് പറ. ജർമ്മൻ ഷെപ്പേർഡ്, ഡാൽമേഷ്യൻ, മറ്റേ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അത് വരോ? ആ ആംഗിൾ തന്നെ വെക്കോ. അല്ലാത്തൊരവസ്ഥയിൽ പോയിട്ടു. ഒരു മിനിറ്റ് കണ്ടില്ലേ? റെഡിയല്ലേ? ആരെങ്കിലും 7 seconds വെച്ചോളൂ കേട്ടോ. ഓക്കെ. ഞാൻ ചോദിക്കാൻ പോവാണ്. അണക്ക് അണക്ക് പിന്നെ ഇവർക്ക് വിൽക്കണം. ഒരു 7 സാധ്യതകൾ പറഞ്ഞു. സാധ്യതകളാ. ഓക്കെ, 5ക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. 5 ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും എല്ലാരെയും. 5 ഭയങ്കര കെയറിംഗ് ആണ്, കുക്കിംഗ് ആണ്. 5ക്ക് അലക്കാൻ നല്ല സ്കില്ലുണ്ട്. പക്ഷെ ഈ 7 എണ്ണ ചോദിച്ചേ. 5 പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 5 നോക്കിയാണ്. 7 സെക്കൻഡോട് 7 പറയാൻ പറ്റില്ല. പറ്റില്ല, അത് ഇമ്പോസിബിളാ. ഓക്കെ, എന്നാ പിന്നെ 5
ചിരിപ്പിക്കുന്നത് ഞാൻ വളരെ സമാധാനപരമായി പോകുന്ന ഒരു ചാലഞ്ചാണ്. അടുത്ത റൗണ്ടിലേക്ക് അങ്ങനെ ആയിരുന്നില്ല, കുഴപ്പമില്ല. ചോദ്യവും അങ്ങനെ ആവാം. ഇപ്പൊ ആരും നനയാതെ പോകുന്നില്ല, ബുദ്ധിമുട്ടാണ്. ഒന്ന് ഉണങ്ങി വന്നിട്ടേ ഉള്ളൂ. പുറത്ത് മഴയാണ്. നേരത്തെ കിട്ടിയിരുന്നു അല്ലേ? വളരെ ഫോക്കസ്ഡ് ആണ്. നല്ല ഭയങ്കര ധ്യാനത്തിലൊക്കെ ഇരിക്കും. ഫോക്കസ്ഡ് പറഞ്ഞോ, ടെൻഷനാണ്. റെഡിയാണോ? റെഡി. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇവിടെ നിന്ന് തന്ന പോലത്തെ അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുക്കുന്നില്ല. 5 ഗോസ്റ്റ് മൂവീസിന്റെ നെയിം. അനബെല്ലെ, അതേഴ്സ്, ആകാശഗംഗ, പിന്നെ അയ്യോ എസ്ര. 4 എണ്ണം പറഞ്ഞു. അത് ഗോസ്റ്റ് മൂവി എന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷിൽ ആലോചിച്ചു. അത് സ്വന്തം കുഴി തോണ്ടി പോലെ സിനിമ പറയാനാണ് ഉദ്ദേശിച്ചത്. അല്ല ഇവിടുന്ന് കിട്ടി അടിച്ചില്ല. ഞാൻ വരാം. ഞാൻ അടിച്ചില്ല. അളിയാ, സിമ്പിൾ ചോദ്യം. നെയിം 5 ക്രിഞ്ച് നെയിംസ് ടു കോൾ യുവർ ഗേൾ ഫ്രണ്ട്. കുട്ടു, ഡുണ്ടു, ചുന്ദരി. കഴിഞ്ഞ മോനെ കഴിഞ്ഞ. അതിന് ഈ സ്പ്രേ മാത്രല്ല, ഓളടുത്തുനിന്ന് വേറെ പ്രയോഗം അടുത്ത് കിട്ടുന്നുണ്ടാവും. അത് ഷാമിന്റെ മുഖത്ത് നോക്കിയിട്ട്. ഞാൻ ആക്ച്വലി ഒരു സങ്കല്പത്തിലുള്ള ഒരു കാമുക്ക് വേണ്ടിട്ടാ പറഞ്ഞേ. കുട്ടു, ചുച്ചു, എങ്ങനെയുണ്ട് ചോദ്യം? ചുന്ദരി ചുന്ദരി ചുന്ദരി. സിമ്പിൾ അല്ലേ? ചുച്ചു, ചുച്ചുടു, അങ്ങനൊക്കെ പറയാലോ. കഴിഞ്ഞ് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് റൗണ്ടിൽ ആരൊക്കെ ഒരു റൗണ്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഇനി കുറച്ച് ട്രിക്കിയാണ്. ഞാൻ അഞ്ജുവിനോട് ചോദിക്കും, ഞാൻ ഷാമിനോട് അല്ല ശ്രീ അമലിന്റെ അടുത്ത് ചോദിക്കും, അഞ്ജു ഷാമിന്റെ അടുത്ത് ചോദിക്കും, അമല് ജുനുവിന്റെ അടുത്ത് ചോദിക്കും, ഷാമി സല്ലൂന്റെ ഷാമി എന്റെ അടുത്ത് ചോദിക്കും, ജുനു ശ്രീന്റെ അടുത്ത് ചോദിക്കും. സിമ്പിൾ. ഓരോരുത്തരും അവരുടെ രണ്ടാമത്തെ ആളെടുത്ത് ചോദിക്കും. ഇപ്പൊ ഈ 2 റൗണ്ടിൽ നനഞ്ഞവരാരൊക്കെ? നമ്മൾ 3 ആൾ മാത്രോ? ഞങ്ങൾ ഓരോ റൗണ്ടിലും നനഞ്ഞിട്ടില്ല. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ നനഞ്ഞിട്ടില്ല. ബോയ്സ് 3 പേരും. 3 പേരും നനഞ്ഞിരിക്കുന്നു. എന്നോട് ചോദിച്ചൊക്കെ സിമ്പിൾ ചോദ്യമായിരുന്നു, പക്ഷെ എനിക്ക് ടഫ് എന്താണെന്ന് എനിക്ക് കാണിച്ചു. ടഫ് കാണിച്ചു തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിച്ച 2 ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞില്ല. അത് ടഫല്ലായിരുന്നോ? ഇനിയിപ്പൊ എന്റെ അടുത്തല്ലേ, മിണ്ടരുത്. ടൈമർ വെച്ച് ഞാൻ നനയാൻ റെഡി. ഇതൊരു കഥയാണ്. കഥ ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കൂല. അതായത് അഞ്ജു, നമ്മുടെ ഈ ഭൂമിയിലേക്ക് വേറൊരു ഗ്രഹത്തിൽ നിന്ന് ഒരു ഏലിയൻ വരികയാണ്. ഈ ഏലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെററാണ്. ഈ ഏലിയൻ മുന്നിൽ കാണുന്നവരൊക്കെ കഴിക്കും, ഈറ്റ് ചെയ്യും. ഈ ഏലിയൻ അഞ്ജുവിനെ ചേസ് ചെയ്യാണ്. ഈ ചേസ് ചെയ്യുന്ന സമയത്ത് അഞ്ജുവിന് 4 റീസൺസ് പറയാം. അഞ്ജുവിനെ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള 4 റീസൺസ്. സ്റ്റാർട്ട്. ഞാൻ കുളിക്കില്ല, പല്ല് തേക്കില്ല, ഞാൻ ബാത്റൂമിൽ പോകാറില്ല, ഞാൻ ഈ ഗ്രഹത്തിലല്ല, ഞാൻ മറ്റൊരു ഗ്രഹത്തിലാണ്. ഞാൻ ടൈമർ ഓണാക്കി വിട്ട്, അതായത് ഇത് ഓഫ് ആയി പോയി. പക്ഷെ ഞാൻ കയ്യില് കറക്റ്റ് ആയിട്ട് 4 എണ്ണം പറഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് പറഞ്ഞു പോയി. എന്തൊക്കെയാ? കുളിക്കൂല, പല്ല് തേക്കില്ല, ബാത്റൂമിൽ പോവില്ല, വേറെ കാര്യത്തിലാണ്. കൊള്ളാം. ഇതൊക്കെ എങ്ങനെ? എന്റെ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? കേൾക്കുമ്പോ തന്നെ മനുഷ്യന് ടെൻഷൻ ആയിരുന്നു. വേഗം കഴിഞ്ഞൂലേ? ഞാനല്ലേ ഞാൻ ചോദിച്ചാല് പോകുന്നത് അങ്ങോട്ട്. അളിയാ, മാനം കാക്കണം, തോൽക്കണം. ഒരു കഥ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കുഞ്ഞു സാധനം കേട്ടോളൂ. ഒരു കോടതിയിൽ ഒരു കൊതു പ്രതിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അമലാണ് ആ കൊതുവിന്റെ വക്കീലായിട്ട് വരുന്നത്. കൊതു കടിച്ചതാണ് കേസ്. ആ കൊതുവിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ന്യായീകരണങ്ങൾ.
ന്യായീകരണങ്ങൾ 3, 2, 1 go. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. ചോര കിട്ടാതിരുന്നപ്പോൾ ഞാൻ അറിയാതെ ചെയ്തതാണ്. അയ്യോ സമയം കഴിഞ്ഞു. കുടുംബനാഥനായിട്ടുള്ള കൊതുകായിരുന്നു കേട്ടോ അത്. എനിക്ക് ആൻസർ അറിയാത്തോണ്ടല്ല, തെറ്റ് ചെയ്ത ശിക്ഷിക്കപ്പെടും. മക്കൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഒരിത്തിരി ഇവിടെ നിൽക്കൂല എന്നാണ് അവരെ ഓ അത് വല്ലാത്തൊരു ചോദ്യമായിരുന്നു. അതിന് വല്ലാത്തൊരു ഉത്തരമായിരുന്നു. ഞാൻ ആ കൊതുക് കോർട്ടിൽ നിൽക്കുന്ന കണ്ട് കണ്ട് വക്കീലായിട്ട് ഞാൻ കണ്ടു അവരായിട്ട് ആ കോട്ടൊക്കെ ഇടിക്കുവാ അവിടെ. അപ്പൊ ഇനി ഞാൻ ഷാമിനോടെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ചോദിക്കണേ, നീ ഒരു ഷെഫ് ആവുകയാണ്. ഐസിനെ കുക്ക് ചെയ്യുന്ന ഒരു 5 രീതി പറ. എന്തിന്? ഐസ് ഐസിനെ ബോയിൽ ചെയ്യാ, ഐസിനെ ഫ്രൈ ചെയ്യാ, ഐസിനെ ഡീപ് ഫ്രൈ ചെയ്യാ, ഐസിനെ സ്റ്റീം ചെയ്യാ, ഐസിനെ ഷാലോ ഫ്രൈ ചെയ്യാ. ഐസ് ഭീകരായി പോയി. ഐസിന് പലതരം ടിപ്സ് എല്ലാം വെള്ളമായി പോകുള്ളൂ. ഐസ് ഫ്രൈ, ഐസ് ബ്രോസ്റ്റ്. അതെ, അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതോട് സെറ്റ് ആയില്ലേ? ഓക്കെ, ഇനി അമല് ജുനുവിനോട്. അവരുടെ കുറെ നേരം എന്തോ കണ്ടു വെച്ചിട്ടും തോന്നുന്നു. അവനായിട്ട് അങ്ങനെ സൈഡിൽ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ അളിയ എന്റെ ചോദ്യം, അതായത് ഒരു സുന്ദരിയായ പശു, അതിന് ഈ ഒരു ലക്ഷറി കാറായിട്ട് കരുതിയിട്ട് അതിന്റെ ഒരു 4 സ്പെസിഫിക്കേഷൻ പറ. 3, 2, 1 go. അത് V8 എഞ്ചിനാണ്. അത് സെക്കൻഡ് ഓണറാണ്. അത് 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് വണ്ടിനെ പറ്റിട്ട് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ചോദ്യം ചോദിക്കാനറിയാം, ഉത്തരം പറയാറില്ല. കഥ പറയുന്ന നമ്മുടെ കഥ എങ്ങനെയായി ഒരു ചോദ്യം. കാക്ക ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കാക്ക ബാഗിന്റെ ഉള്ളിൽ കൈയിട്ട് സ്നാക്സ് എടുത്തു തിന്നുന്നു. അത് ടീച്ചർ കാണുന്നു. ഒരു 5 എക്സ്ക്യൂസ് പറ ആ സ്നാക്സ്. വിശന്നിട്ടാ ടീച്ചറെ, ഞാൻ ഉറങ്ങിപ്പോയോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. എനിക്ക് ആക്രാന്തമാണ്. എനിക്ക് ഫുഡ് കണ്ട ഭ്രാന്താണ്. ഞാനൊരു രോഗിയാണ്. ഞാൻ മൂന്നാമത്തെ തീർന്നെന്ന് വിചാരിച്ച്. ഞാൻ കഴിച്ചില്ല. അപ്പൊ ആ ചോദ്യം കൊള്ളായിരുന്നു, ടെൻഷനായി പോയി. പിടി കിട്ടുന്നില്ല. പക്ഷെ ആ മുഖം തോന്നല്ലേ മുന്നണിയിൽ നിർത്തിയൊരു സാധനം. എനിക്ക് സ്ട്രൈറ്റ് തന്നെ പറഞ്ഞാൽ തന്നെ കിട്ടൂല. പിന്നെ കഥയും കൂടി എന്നാ ടെൻഷൻ ആയില്ലേ. അത് ഞാൻ പറഞ്ഞു, ചോദ്യം ചോദിക്കാനറിയുള്ളൂ, ഉത്തരം പറയാറില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രീനോടാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എന്താ പറയാ ഒരു ദിവസം ഒരു സ്കൂളിൽ എനിക്കൊരു പ്രിൻസിപ്പാളായിട്ട് ഒരു ഇത് തരാണെങ്കിൽ, ഒരു പോസ്റ്റ് തരാണെങ്കിൽ, അവിടെ ഈ അന്ന് ചെയ്യുന്ന 5 കാര്യങ്ങൾ ഞാൻ പറയും. അന്ന് തന്നെ അവധി കൊടുക്കും. അന്ന് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി ഫ്രൂട്ടി മേടിച്ചു കൊടുക്കും, പച്ചമാങ്ങ മേടിച്ചു കൊടുക്കും, ബിരിയാണി മേടിച്ചു കൊടുക്കും. ഞാനും എക്സ്ട്രാ സാധനം കുക്ക് ചെയ്തും കൊടുക്കും. ലീവ് കൊടുത്തൊക്കെ ഫുഡ് എങ്ങനെ മാത്രം. വാങ്ങിക്കൊടുക്കുക? ഫുഡ് മാത്രം. അത് അവധി കൊടുത്ത് ഫുഡ് തിന്നാൻ കൊടുക്കും. അതാണ് പഠിക്കണ്ട അവധി കൊടുത്തിട്ട് ഫുള്ള് ഫുഡ് എങ്ങനൊക്കെ ഒപ്പിച്ച് പറഞ്ഞു കഴിച്ചു. അങ്ങനെ എല്ലാരും ചോദിച്ചു കഴിഞ്ഞില്ലേ? എല്ലാവർക്കും കഴിഞ്ഞു. നല്ല ഫണ്ണി ആയിട്ടുള്ള ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് ഇപ്പൊ കഥ വന്നു. ഇപ്പൊ കുറച്ച് കഥകളൊക്കെ കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ഭയങ്കര നമ്മുടെ ലെവൽ ഇങ്ങനെ കൂട്ടി കൂട്ടി പോവാണ്. അടുത്ത പ്രാവശ്യം ഒരു പാരഗ്രാഫ് കഥ പറഞ്ഞിട്ട് അതിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുണ്ട്, അത് ശരിക്കും അങ്ങനത്തെ ഒരു ചാലഞ്ച് ഉണ്ട്. അത് നമുക്ക് വേണം ചെയ്യാം. നല്ല ചാലഞ്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ശബാഷ്. അതെ, അല്ല പിന്നെ
അതായത് നമ്മളൊരു പാരഗ്രാഫ് കഥ പറയാം, എന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ഈ ഇതൊക്കെ നമ്മള് പണ്ട് കോടീശ്വരനൊക്കെ പോലെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് പാരഗ്രാഫ് വന്നിട്ട് എക്സാമിന് നിങ്ങൾക്ക് എക്സാം ചാലഞ്ച് ഞാൻ തരലില്ലേ? അതുപോലെ ഉണ്ടല്ലേ? അത് ചെയ്യാം guys. പിന്നെ സംഭവം ഉണ്ട്, ഇവരെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡ്രോയിങ് ഇമ്പോസ്റ്റർ ചെയ്തിട്ടില്ല. അത് നല്ല രസമുണ്ട്. കാര്യം ഇവര് വരച്ചിട്ടൊക്കെ എവിടേക്ക് എത്തി പോകുന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നനഞ്ഞതാരാ? ഞാനല്ല, ജുനു ജുനു എല്ലാത്തിനും നനഞ്ഞു. ജുനു 3. ഞാനും ഈ അല്ലേ ഞാൻ ജസ്റ്റ് എസ്കേപ്പ്. ഒന്നിലോ രണ്ടിലോ എന്തോ കിട്ടിയില്ല അല്ലെ? ഒന്നിലാ കിട്ടാൻ ലാസ്റ്റിലോട്ട് മാത്രം. രണ്ടെണ്ണം നമ്മള് 3 അപ്പൊ guys, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ ടാറ്റാ.